വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. ചോദ്യം ചെയ്യലിനിടെ വീട്ടിലെത്തിച്ചാണ് തെളിവ് ശേഖരണം നടത്തുന്നത്. കോണിച്ചിറയിലെ വീടാണ് പോലീസ് റെയ്ഡ് ചെയ്തത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിൽ കൂടിയാണ് തെളിവെടുക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് KR ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനൂപ്, യഥാർത്ഥത്തിൽ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അതിൻ്റെ ആഴങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് IC ബാലകൃഷ്ണനുമായി വീട്ടിലെത്തി റെയ്ഡ് നടത്തുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ? Yes. IC ബാലകൃഷ്ണൻ MLA കൊണ്ട് കേണിച്ചിറയിലെ വീട്ടിലെത്തിച്ചാണ് പോലീസ് സംഘം, ക്രൈംബ്രാഞ്ച് പോലീസ് സംഘം അല്പസമയം മുൻപ് റെയ്ഡ് നടത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് സ്വാഭാവികമായും ഈ കേസിന്റെ ഒരു അനിവാര്യമായ ഒരു ഘടകമായിരുന്നു അത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം KK ഗോപിനാഥിനെയും അതോടൊപ്പം ND അപ്പച്ചനെയും KK ഗോപിനാഥിന്റെ വീട്ടിലും ND അപ്പച്ചനെ DCC ഓഫീസിലും എത്തി തെളിവ് ശേഖരണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ നടന്നത്. ഇന്നലെ ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ ആരംഭിച്ചു. അത് 6 മണിക്കൂറോളം നീണ്ടു. ഇന്നും സമാനമായ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടർന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ആസ്പദമായിട്ടുള്ള വിവിധ സംഭവങ്ങളുടെ തെളിവ് ശേഖരണം നടത്തിയത്. കേസിന് ആസ്പദമായ ചില രേഖകൾ കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ഏതാണ്ട് ഒരു മണിക്കൂറോളം അദ്ദേഹത്തിന് വീട്ടിൽ പോലീസ് റെയ്ഡ് നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇനി നാളെയുള്ള ചോദ്യം ചെയ്യൽ. സമയബന്ധിത കസ്റ്റഡി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതി ഉത്തരവിറക്കിയിരുന്നു. ആ കസ്റ്റഡി ഒരു സമയബന്ധിത കസ്റ്റഡിക്ക് അനുസൃതമായാണ് ഏതായാലും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. നാളെ വൈകിട്ട് വരെ ഈ ചോദ്യം ചെയ്യൽ തുടരും. നാളെ രാവിലെയും 10 മണിക്ക് ശേഷം IC ബാലകൃഷ്ണനോട് ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കണ്ടെടുത്ത രേഖകളുടെയും അതോടൊപ്പം അതിനാസ്പദമായി മുൻപ് ഉള്ള വിവിധ മൊഴികളുടെയും വെളിപ്പെടുത്തലുകളുടെയും തെളിവുകളുടെയും ചില കരാർ രേഖകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ ഇന്നും തുടർന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിശദാംശങ്ങൾ ഇനിയും പോലീസിന് അന്വേഷിക്കാനുണ്ട്, കണ്ടെത്താനുണ്ട്. ഏതായാലും ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ തന്നെ വിവിധ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ മൊഴികൾ അല്ലെങ്കിൽ വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് അതോടൊപ്പം പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തീർച്ചയായും IC ബാലകൃഷ്ണന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. നാളെയും ചോദ്യം ചെയ്യൽ തുടരില്ലേ? കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ 10 മുതൽ 5 വരെ അങ്ങനെയായിരുന്നല്ലോ കോടതി അനുവാദം നൽകിയത്. തീർച്ചയായും 10 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കോടതി സമയബന്ധിത കസ്റ്റഡി ചോദ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ. ഇന്നും അതേ രീതിയിൽ തുടർന്നു. ഇന്നെന്നാൽ ഏതാണ്ട് ഒരു 3-3:30 കൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നുണ്ടായിരുന്നത്. നാളെ അവസാന ദിവസത്തെ ചോദ്യം ചെയ്യൽ നടക്കും. നാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാവും. ഈ ചോദ്യം ചെയ്യൽ ഇന്നത്തേത് 2ാം ദിനമായ ഇന്നത്തെ പൂർത്തിയായതിനു ശേഷമാണ് IC ബാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നത് അല്ലേ? ചോദ്യം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ഈ പോലീസ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അങ്ങനെയായിരുന്നു. KK ഗോപിനാഥനെയും ചോദ്യം ചെയ്യുന്ന തുടരുന്നതിനിടെയാണ് ND അപ്പച്ചനെയും അതോടൊപ്പം KK ഗോപിനാഥനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് KK ഗോപിനാഥനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ റെയ്ഡ് നടത്തിയത്. അതിന് സമാനമായ രീതിയിലാണ് ഇന്ന് ഉച്ചവരെ ചോദ്യം ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം IC ബാലകൃഷ്ണനെ കേണിച്ചിറയിലെ വീട്ടിലെത്തിച്ചത്. കേണിച്ചിറയിലെ വീടെന്നാൽ അദ്ദേഹം ബത്തേരി MLA ആയതിനു ശേഷം അദ്ദേഹം പുതുതായി എടുത്ത വീടാണ്. അവിടെയാണ് ഈ പ്രധാനമായും റെയ്ഡ് നടന്നത്. ശരി അനൂപ്.